മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിഗ് ബോസ് താരങ്ങളിൽ ഒരാളാണ് റോബിൻ. സോ റോബിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണുന്നുണ്ടാവും. നിങ്ങളിൽ ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ചോദിച്ചിട്ട്. സോ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ റോബിൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ ജസ്റ്റ് പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യാം. അതായത് റോബിൻ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നാളെ അതായത് 16-ാം തീയതിയാണ് റോബിന്റെ വിവാഹം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട്. സോ അവിടെ അതുകൊണ്ട് അതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ആർക്കും റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ അതിനുശേഷം നടക്കുന്ന റിസപ്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഫംഗ്ഷൻസിന്റെയും വീഡിയോ ചിത്രീകരണം ഒരു കോൺട്രാക്ട് വേറൊരു കമ്പനിക്കാൻ തോന്നുന്നു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനാൽ തന്നെ അവിടെ എത്തുന്ന ഈ മാധ്യമങ്ങൾ ഓൺലൈൻ മീഡിയാസിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ വീഡിയോ ചിത്രീകരണം അനുവദനീയമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫാമിലി എല്ലാ ഫംഗ്ഷൻസും പ്രൈവറ്റ് ആയിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അകത്ത് ചിത്രീകരണം അനുവദനീയമല്ല. നേരത്തെ തന്നെ ഒരു കമ്പനിയുമായിട്ട് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ആരെങ്കിലും ചിത്രീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ കോപ്പിറൈറ്റ് പോലുള്ള കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം വേറൊരു കമ്പനിക്കാണ് അതിന്റെ മുഴുവൻ ചിത്രീകരണത്തിനുമുള്ള അനുമതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫംഗ്ഷൻസിന്റെ വീഡിയോ ചിത്രീകരണം മറ്റാരെങ്കിലും നടത്തി കഴിഞ്ഞാൽ ആ കമ്പനിക്ക് കോപ്പിറൈറ്റ് കൊടുക്കാം. സോ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നയൻതാരയുടെ ഒക്കെ കല്യാണ സമയത്തും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിവാഹ വീഡിയോകൾ വളരെ പ്രൈവറ്റ് ആയിട്ടാണ് വിവാഹം നടത്തുക, അതിന്റെ ഫംഗ്ഷൻസ് നടത്തുക, അതിന്റെ ചിത്രീകരണം അങ്ങനെ എല്ലാവർക്കും കൊടുക്കാറില്ല. അതിന് റോബിനെയും തെറ്റ് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ റോബിൻ എൻഗേജ്മെന്റ് ഫംഗ്ഷനൊക്കെ എല്ലാവർക്കും പെർമിഷൻ കൊടുത്തു, എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളെയും ക്ഷണിച്ചു, എല്ലാവരും പോയി. പക്ഷെ പിന്നീട് റോബിന് കുറെ ചീത്തപ്പേര് മാത്രമാണ് കിട്ടിയത്. എല്ലാവരും വീഡിയോസ് എടുത്തിട്ടു, എല്ലാ വീഡിയോകളും നല്ല റീച്ച് പോയി. പക്ഷെ റോബിന് ലാസ്റ്റ് കിട്ടിയത് ചീത്തപ്പേര് മാത്രമാണ്. ആരതിപ്പൊടിയുടെയും റോബിന്റെയും ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പോലും വളരെയധികം വളച്ചൊടിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് കൂടിയായിരിക്കാം ഇത്തവണ അവർ ആ കാര്യത്തിൽ ഫാമിലി ഒരു നല്ലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ളിൽ കയറി ചിത്രീകരിക്കാൻ പറ്റില്ല. വിവാഹശേഷം താൻ തീർച്ചയായിട്ടും അവിടെ വരുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ കാണും. എന്നാൽ ചിത്രീകരണം ഉള്ളിലെ കാര്യങ്ങൾക്ക് അവിടെ എത്തുന്ന മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അനുമതി ഉണ്ടാവില്ല. അത് നേരത്തെ കോൺട്രാക്ട് സൈൻ ചെയ്ത ആ കമ്പനിക്ക് മാത്രമേ അതിന് അനുമതി ഉണ്ടാവൂ എന്നാണ് റോബിൻ പറഞ്ഞിരിക്കുന്നത്. അത് റോബിന്റെ മറ്റ് മാധ്യമ സുഹൃത്തുക്കളോടായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ അവർക്ക് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂറായിട്ട് റോബിൻ അത് പറഞ്ഞത് എന്ന് കൂടി പറയുന്നുണ്ട്. ഇതെല്ലാം ഫാമിലിയുടെ തീരുമാനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നല്ല തീരുമാനമാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ നല്ല ഉദ്ദേശത്തോടെ വരുന്ന ആൾക്കാരും കാണും, നമ്മളെ കോമാളിയാക്കാൻ വേണ്ടി വരുന്നവരും കാണും. സോ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടത് പ്രൈവറ്റ് ആയിട്ട് വെക്കുന്നതാണ് നല്ലത്. പേഴ്സണൽ ലൈഫ് നമ്മുടെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ലിമിറ്റ് എപ്പോഴും വെക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ഇത്രയും കാലത്തെ റോബിന്റെ ഒരു ജേർണിയിൽ എക്സ്പീരിയൻസും അത് തന്നെയാണ് റോബിൻ ഒരു പക്ഷേ മനസ്സിലായ ഏറ്റവും വലിയ പാഠവും തോന്നുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.